എടാ നിഖിൽമാരാര് തെണ്ടി നിനക്കുല്ലാണ് രണ്ടു മക്കള് അവർക്ക് കരുതി വന്നെങ്കിൽ നീ ഒന്ന് ചിന്തിച്ചു നോക്കടാ. എടാ പട്ടി കുറച്ച് വെള്ളം കുടിക്കി തിന്നടപടിയാവില്ലടാ തൊണ്ട പൊട്ടിയന്റെ. അല്ലേലും ഈ കാറിലിരുന്ന് കാരട്ട് ഒരു കാര്യമില്ല. പിന്നെ എന്നിട്ട് ചെയ്യാ റീച്ച് വേണമെങ്കിൽ നമുക്കൊരു ടീം വേണം. അതിപ്പോ എവിടെന്നാ? അതിനൊരു വഴിയുണ്ട്. ഈ ഷാജിന്ന് കേട്ടണ്ട, വെറും ഷാജി അല്ല, എരുമ ഷാജി. എന്തൊക്കെയുള്ളൂ നിങ്ങളെന്റെ വിളിച്ച? എന്താന്ന് പ്രശ്നോ? എരുമേ, ഇവനക്കൊരു പ്രശ്നമുണ്ട്. എന്താന്ന് കർണുവിന്റെ പ്രശ്നോ? ഏത് നായിന്റെ മോനാണ് കർണുവിനെ തല്ലിയേ? നായിന്റെ മോനെ വാടാ വാടാ, നായിന്റെ മോനെ. അത് മൈൻഡാക്കാണ്ട് എല്ലാരും തല്ലുകൊണ്ട് വട്ടായതാ. അയ്യോ എരുമേ, അല്ല ചേട്ടാ, ആരും തല്ലിയൊന്നുമില്ല. എനിക്കൊന്ന് വൈറലാവണം, അത്രേ ഉള്ളൂ. നമ്മള് വയറ്റിലാക്കി തന്നാ മതിയാ. ഇയാള് കൊണ്ടുവരാ നീ പറഞ്ഞില്ലല്ലോ. ചേട്ടാ, ഇവനൊന്ന് വൈറലാണോ? ചാനലിൽ വല്ല ഐഡിയ ഉണ്ടാ? വെയിറ്റ്, അതിനൊക്കെ എന്റെ കുട്ടിയോടൊന്ന് ചോദിക്കണം. ഇവിടെ വാടാ. ഇതെന്താ ക്രയോൺസ് നടന്നു വരുന്ന? എന്താണ്ടക്ക് എന്തൊക്കെ കാരണോ? ഒരു കാര്യം ചെയ്, അന്റെ വണ്ടിയെ തച്ചോളിക്ക്. അത് പറ്റില്ല, ഇത് ഞാൻ ലോൺ എടുത്ത് മേടിച്ച വണ്ടിയാ. ചേട്ടാ മൂര്യ ചെപ്പടക്കിത് നമ്മള് വാങ്ങി തരാന്ന്. അവിടെ ഒന്നുകൂടി ഒന്ന് ആലോചിച്ചിട്ട് പോരടാ. നിനക്ക് വൈറലാവണ പൊട്ടിക്കത്. ആ വീഡിയോ ഇട്ടോണ്ട് ആരൊക്കെ വന്നെ വണ്ടി തല്ലി പൊളിച്ച കൈസ്. ഇനി ആ വീഡിയോ ഇട്ടിട്ടുണ്ടാവില്ലേ മുഖടച്ചടിക്കണത്തുണ്ട്. ഇനി ഞാൻ ഈ വീഡിയോ ഒന്നും ഇടില്ല കൈസ്. ഇനി ഒരിക്കലും ആ വീഡിയോ ഇടില്ല. ഓക്കെ അല്ലേ? ആരാണ് ആരാണ് ചെയ്തത്? എന്റെ ചെക്കന്റെ മേലെ ആരാണ് തൊട്ടത്? ഇന്ന് ഇരുമ നിന്നെ കാണിച്ചു തരാടാ നായിന്റെ മോനെ. നിന്നെ ഞാൻ കൊല്ലണ നായിന്റെ മോനെ. കട്ടി 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 കട്ടി. കേരള മനസാക്ഷിയെ തന്നെ ഞെട്ടിക്കുന്ന കാര്യമാണ് നിഹാലിന് സംഭവിച്ചത്. ഇത്തരം ചെറുപ്പക്കാർക്ക് നേരെ ഇനിയും അക്രമങ്ങൾ ഉണ്ടാവുമോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. നിഹാലിനെ സപ്പോർട്ട് ചെയ്ത് 10,000-ങ്ങളാണ് രംഗത്തെത്തിയിരിക്കുന്നത്. എന്താട്ടാ കാണണേ? ഗൈസ്, ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം കാണിച്ചു തരാം. ഗൈസ് കണ്ടില്ലേ ഗൈസ്, ഇവന്മാരൊക്കെ കള്ളന്മാരാ. ഇവര് തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തത്. ഞാൻ മാത്രമേ നല്ലവൻ. നിങ്ങൾ എന്നെ ഫോളോ ചെയ്യും. ഓടെ നിന്ന് മൂഞ്ചിച്ചല്ലോടാ. ഹായ് ഗൈസ്, കോൺട്രവേഴ്സി. ഇപ്പൊ കേരളത്തിൽ കോൺട്രവേഴ്സീസ് ആണ് ട്രെൻഡിങ്. അവിടെ തിരിഞ്ഞാലും ഇവിടെ തിരിഞ്ഞാലും ഒക്കെ കോൺട്രവേഴ്സി ആണ്. സോ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കുറച്ച് ട്രെൻഡിങ് ആയിട്ടുള്ള കോൺട്രവേഴ്സീസ് നോക്കാം. ഇപ്പൊ അതാണ് ട്രെൻഡ് ഗൈസ്. ഇപ്പൊ പുതിയ ട്രെൻഡ്, തൊപ്പിയൊക്കെ ഒരു ട്രെൻഡ് കൊണ്ടുവന്നപ്പോഴത്തേക്കിന് ഇപ്പൊ നാട്ടിലുള്ള എല്ലാരും 5 പേരെ വിളിച്ചിരുത്തിയിട്ട് ഗ്രൂപ്പ് ലൈവ്. എടാ ഇത് ആരട കണ്ണാടാ? ഇതേത് കണ്ണാടാ? ഓ അറിയില്ല. ഗൈസ് ഇത് ഈഗിളിനെ വെച്ച് റീച്ച് ഉണ്ടാക്കാൻ നോക്കിയതാ. അത് നല്ലതാ, പരിചയമുള്ളവരെ തന്നെ ഉഞ്ചിക്കുന്നത് നല്ലതാ ഇല്ലടാ. എന്ത് പേര്? ഇതെല്ലാരും ഓൾറെഡി കണ്ട ഇഷ്യൂ ആണ്. ജസ്റ്റ് ലൈക്ക് എ റീച്ച് ക്രിയേറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ റീച്ചിൽ നിൽക്കണ ഒരു ക്രിയേറ്ററിനെ അങ്ങോട്ട് കയറി ചൊറിഞ്ഞിട്ട് റീച്ച് ഉണ്ടാക്കാൻ നോക്കാം. അതാണെങ്കിൽ അടപടലം മൂഞ്ചി കുത്തി ഹെയ്റ്റ് അടിച്ച് കിട്ടും ചെയ്തു. പക്ഷെ പുള്ളി ഇതൊന്നും വിടാൻ തയ്യാറല്ല. വീണ്ടും ഇങ്ങനെ ഓരോന്നായിട്ട് സ്ക്രിപ്റ്റ് അത് ഇതൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അത് നമുക്ക് എന്തായാലും ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് കാണാം. ബൈ ദ ബൈ ഗൈസ്, ലൈക്ക് അടിച്ചില്ലല്ലോ, ലൈക്ക് അടിക്കും. എന്താടാ ഗൈസ്, അലർജിയാണ് അവന്റെ മെയിൻ. ഇവനെ അലറി വ്യൂസ് ഉണ്ടാക്കാൻ നോക്കിയതാ. കുറച്ചെങ്കിലും വാല്യൂ കൊടുത്തിരുന്ന അഖിൽമാരാർ എന്ന് പറഞ്ഞ ചെറ്റയായിട്ടുള്ള വർഗീയവാദിയുടെ അടുത്ത് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അത് കേരള ജനത മൊത്തം മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടി. ഇതൊന്നും അഖിലിനെ ബാധിക്കുന്ന കാര്യമല്ല. എടാ അഖില, നീ ഒരു കാര്യം മനസ്സിലാക്കണം. ലോകം എന്താണെന്നോ അല്ലെങ്കിൽ ഒരു മതം എന്താണെന്നോ ഒന്നും അറിയാത്ത പിഞ്ചു പിഞ്ചു മക്കളെ ഇസ്രായേലിന്റെ ബോംബിന്റെ മുന്നിൽ ചിന്നിച്ചിതറുമ്പോ വെള്ളം പോലും കിട്ടാതെ പട്ടിണി കടന്ന് ചാവുമ്പോ നിനക്കില്ലടാ 2 മക്കള്. എന്തിനാടാ കൊന്നിട്ട്? അവർക്ക് ഈ ഗതി വന്നിട്ടുണ്ടെങ്കിൽ നീ ഒന്ന് ആലോചിച്ച് നോക്കടാ.
Guys, അപ്പൊ ഇയാള് പാലസ്തീൻ ഇഷ്യൂനെ കുറിച്ച് സംസാരിച്ച് ഈ വീഡിയോയിൽ കാണുന്ന പോലെ അഖിൽമാരാറിനെ നല്ല ഹേറ്റ് അടിച്ചു കൊടുത്തു. അതൊക്കെ വ്യൂസിന് വേണ്ടിയായിരുന്നു. ഇറ്റ്സ് ഓക്കെ, ലീവ് ഇറ്റ്. പക്ഷെ ഇതൊന്നും കൂടാതെ ഈ പാലസ്തീൻ ഇഷ്യൂനും ഇയാളുടെ ഈ റീച്ചിനും മുതലെടുത്ത് ഇയാൾക്ക് പോത്ത്, അതായത് പോത്ത് ഷാജഹാൻ, അയാൾ അങ്ങനെയാണ് വിളിക്കുന്നത്. അപ്പൊ ആ പോത്ത് ഷാജഹാൻ എന്ന് പറഞ്ഞ ആളുടെ PSG എന്ന് പറഞ്ഞ ഗ്യാങ്ങിൽ കയറാനായിട്ട് ഇവരൊരു തേർഡ് റൈറ്റ് സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ ഒരു ചെറ്റ നാടകം കളിച്ചു. ഇവന്റെ വണ്ടി ഇവൻ തന്നെ തല്ലിപ്പൊളിച്ച്, അല്ലെങ്കിൽ ഇവര് തന്നെ പ്ലാനിട്ട് തല്ലിപ്പൊളിച്ച് ഓഡിയൻസിന്റെയും വ്യൂവേഴ്സിന്റെയും മൈൻഡിൽ വിഷം കുത്തിവെക്കാൻ നോക്കി, അവരെ തെറ്റിദ്ധരിപ്പിച്ചിട്ട്. ഇതൊക്കെ എന്തിനു വേണ്ടിട്ടായിരുന്നു? ഇവന്മാരെ വെറും ചീപ്പ് വ്യൂവർഷിപ്പിന് വേണ്ടിട്ട്. അതിനുവേണ്ടി ഇവന്മാരെ കാണിച്ചത് നല്ല എ ക്ലാസ് കൂമ്പിത്തരായിരുന്നു. അയ്യോ പാവം, അവനങ്ങോട്ട് കരഞ്ഞു മെഴുക. ഒറിജിനൽ ആണെന്ന് പറയില്ലടാ, അത്രക്ക് ആർട്ടിഫിഷ്യൽ ആയിട്ട്. ഇനി കഥാപാത്രം കൂടെ ഒന്ന് ആയിക്കഴിയുമ്പോ വരുമ്പോ ഒന്നുകൂടെ ആർട്ടിഫിഷ്യൽ ആവും. അടിച്ചു പൊടിച്ചിട്ടുണ്ട്. ഓ, എന്നാൽ ആ വീട്ടുകാര് തിജാതി സ്ക്രിപ്റ്റ് ചെയ്യാനുള്ള മൈൻഡ് ഉണ്ടല്ലോ, സൂപ്പർ ആയിടാ. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞാണ് ഇനി അടുത്ത കണ്ടസ്റ്റന്റിന്റെ മോണാക്ട്. ഈ ഒരു പ്രശ്നങ്ങൾ എല്ലാരും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ ചെക്കൻ ആരാണ് അടിച്ചത്? നിന്റെ തന്ത ആരടിച്ചോട്ടെ, ഓന്റെ പണ്ടം ഞങ്ങൾ പുറത്തു കൊടുക്കും, ആരായിക്കോട്ടെ. ഇവനെ സപ്പോർട്ട് ചെയ്തിട്ട് ഒരു വീഡിയോ ചെയ്തൊരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് ഞങ്ങളോട് പറയണേ, ഉള്ളത് പറയാലോ, ഏതറ്റം വരെ ഇതിന് ഞാൻ പോവും ചെയ്യും. ഈ ചെക്കന്റെ ലൊക്കേഷൻ എനിക്ക് കിട്ടിക്കണോ, ഇപ്പൊ ഓന്റെ വീട്ടിലേക്ക് ഞാൻ പോവാണ്. ആരായിക്കോട്ടെ പൊന്നു മക്കളെ, നിയമത്തിന്റെ മുന്നിൽ ഞാൻ കൊണ്ടുവരും. വെറുതെ അല്ലേ ആളെ പോത്തുന്ന് വിളിക്കണേ, കിടുന്നങ്ങടെ അമറല്ലേ. എന്റെ പൊന്നു ചേട്ടാ, ഇത്ര പ്രായമായില്ലേ? നീ എന്റെ അപ്പന്റെ കൂടെ കണ്ട് പഠിച്ചതല്ലേ? എന്തിനാടാ ഈ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലേക്ക് വാളംപൊളി പിടിഞ്ഞൊഴിക്കണം? ഇതൊക്കെ കഴിഞ്ഞ് ഒരു കുറ്റവാളിനെ പിടിച്ചു, കയ്യോടെ പിടിച്ചു, ഇവര് നേരെ പൊട്ടിച്ചു എന്നൊക്കെ പറഞ്ഞ ഒരു വീഡിയോ ഫേക്ക് ആയിട്ട് ക്രിയേറ്റ് ചെയ്തൊരു വീഡിയോ ഇട്ടു. ആ ചെക്കൻ ഒരു മൈനർ ആയിരുന്നു, അപ്പൊ കേസൊന്നും എടുക്കണില്ല എന്നൊക്കെ പറഞ്ഞവന്മാരെ അതൊക്കെ ഇവരുടെ സ്ക്രിപ്റ്റിൽ തന്നെ ജിത്തു ജോസഫിനെ വെല്ലുന്ന ഒരു സ്ക്രിപ്റ്റ് ഇവർ ഉണ്ടാക്കിയേക്കണേ. പക്ഷെ ഇതൊന്നല്ല കേസ്. ചീപ്പ് വ്യൂവർഷിപ്പിന് തൊപ്പിനേക്കാളും വലിയ സ്ട്രീമർ ആവണം, അല്ലെങ്കിൽ അതിനും വലിയ വ്യൂവർഷിപ്പ് ഒക്കെ വരാനാണ് ഈ കൊതവളികൾ ഇത്ര സെൻസിറ്റീവ് ആയ ഒരു ഇഷ്യൂനെ ബേസ് ചെയ്ത് വീഡിയോ ഇട്ടെന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് കലി വരണേ. സംഭവം ഒരു വിചാരിച്ച പോലെ കത്തും ചെയ്തായിരുന്നു. നമ്മൾ പോലും അറിയാതെ അധോലോകമായി മാറി കഴിഞ്ഞിരിക്കുന്നു ഷാജിയേട്ടാ. പക്ഷെ കേസ് അവിടെ നല്ല ടിസ്റ്റ്, ഒരുത്തനെ ഇതിന്റെ സത്യാവസ്ഥയൊക്കെ പുറത്തു കൊണ്ടുവന്നപ്പോ ഇവന്മാരാണ്ട പടലം മൂഞ്ചി. 1 ലക്ഷം ആ ചെക്കൻ ഓഫർ ചെയ്തായിരുന്നു ഈ പറഞ്ഞ നിഷാൻ, അവൻ വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി. പക്ഷെ ആ ചെക്കൻ കാരണം ഈ ഭൂലോക കള്ളത്തരം നാട്ടുകാരറിഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ഇവന്മാര് ചെയ്ത് പക്ക ഫ്രോഡ് പരിപാടിയാണ് കേസ്. ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ തന്നെ നോക്കുകയാണെങ്കിൽ മത തീവ്രവാദമോ അല്ലെങ്കിൽ മതത്തിന്റെ പേരിൽ തമ്മിലടി ഒന്നും കാര്യമായിട്ട് ഇല്ലാണ്ട് നല്ല രീതിക്ക് പരസ്പര മതങ്ങളും അല്ലെങ്കിൽ മനുഷ്യര് സ്നേഹിച്ചു പോണ ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം. ഇവിടെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ചർച്ചാ വിഷയമായിട്ടുള്ള പാലസ്തീനൊക്കെ കുറിച്ച് പറഞ്ഞ് അതിനെതിരെ സംസാരിച്ച ആളുകൾ ഇതുപോലെ ഉപദ്രവിക്കുന്നൊക്കെ കെട്ടിച്ചമച്ച് കഥ ഇറക്കണത്. അത് റീച്ചിന് വേണ്ടിയിട്ടായാലും എന്ത് കോപ്പിന് വേണ്ടിയിട്ടായാലും ശുദ്ധ തന്തയില്ലായ്മ തരം. എടാ നീയൊക്കെ തമ്മി തല്ലിക്കാൻ നോക്കണോ ഞങ്ങളെ? അറ്റ്ലാസ്റ്റ് ഇവന്മാര് മാപ്പ് പറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു. ഹായ് നമസ്കാരം. നിങ്ങളിപ്പോ എന്റെയും നിഷാന്റെയും വീഡിയോസും കാര്യങ്ങളൊക്കെ ഇപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒന്നാമത്തെ ഒരു വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ജസ്റ്റ് ഒരു കണ്ടന്റിന്റെ രൂപത്തിൽ ചെയ്തൊരു വിഷയമാണ്. ഇതിപ്പോ ഈ ഒരു സംഭവം ഇപ്പൊ ഇത്രത്തോളം വിഷയമാവും അല്ലെങ്കിൽ ഇത്രത്തോളം പ്രോബ്ലത്തൊക്കെ പോകുന്ന ഒരിക്കലും നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല. അത് വീട് ഷാജിയേട്ടാ, ഇതിലും വലുതെന്തോ വരായിരുന്നത്. വലിയൊരു തെറ്റായി എന്നുള്ളത് എനിക്ക് മനസ്സിലായി. ഞാനിത് ഇത്രത്തോളം ഇതൊരു സംഭവം ആവുന്ന ഒരിക്കലും ഞാൻ മനസ്സുകൊണ്ട് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പോ ഞാൻ എല്ലാവരോടും ഞാൻ മാപ്പ് ചോദിക്കുകയാണ്. ഞാൻ തെറ്റ് പറ്റിപ്പോയി. ഇനിയിപ്പോ അതിനെ ന്യായീകരിക്കല്ല, ഇതെങ്ങനെയാണ് സംഭവിച്ചത്. സോ സാഡ്. ആൻഡ് ഗൈസ്, നിങ്ങൾ ഇത്രയും കണ്ട സ്ഥിതിക്ക് ലൈക്ക് അടിക്കി. ആൻഡ് ഇതും കൂടി കണ്ടോ? തൂക്കി മക്കളെ തൂക്കി. ഗോൾഡ് മെഡൽ സ്റ്റേറ്റ് ചാമ്പ്യൻ ആയിട്ട് നിൽക്കുകയാണ്. സ്റ്റേറ്റ് ചാമ്പ്യനാ നീ? എന്താ പറയാ? ഇത് കാറിൽ നിന്ന് കൊണച്ചാലോ അതോ വീട്ടിലിരുന്ന് ഗെയിം കളിച്ചുണ്ടാക്കണ സാധനമല്ല, റിങ്ങി അറിഞ്ഞ് കളിച്ചുണ്ടാക്കിയ സാധനം. വേറൊന്നല്ല, ഈ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് മാച്ചിനെ നമുക്കൊന്ന് കണ്ടോക്കാം. ഇതിലും ഭേദ പട്ടിയുടെ ഡാൻസ് ആയിരുന്നു.
പട്ടി ഷോ ആണല്ലോ. അവിടെ ചാലക്കുടി ബീവറേജിന് മുമ്പിൽ ഇതിന് നന്നായ ആൾക്കാർ തല്ലൂടാ. നിന്നെ ഞാനിന്ന് കൊല്ലോടാ കുരുത്തം കെട്ടവന്. അതേടാ ഞാൻ നിനക്കൊരു ശല്യാന്ന് എനിക്കറിയാടാ. പോടാ. തൂക്കി മക്കളെ തൂക്കി. അയ്യോ ഗതികേട് നോക്കണ അവന്റെ പിള്ളേര് വരെ ഊക്കി തോടിക്കടാ. നെക്സ്റ്റ് ഞാൻ 3 മാസമേ ഉള്ളൂ MMA സ്റ്റാർട്ട് ചെയ്തിട്ട്. ഓക്കെ ഇത് സ്റ്റേറ്റ് കോമ്പറ്റീഷൻ ഒന്നല്ലല്ലോ. ഒരു പോപ്പല്ല. പാവോടവൻ. അവനും കൂടി മറ്റവൻ ഊക്ക് മേടിച്ചു കൊടുത്തടാ. പഞ്ചായത്ത് മേളക്ക് ഫസ്റ്റ് അടിച്ചിട്ട് അവന്റെ വേഷം കെട്ട്. എന്തിനാടാ കൊന്നിട്ട്? ഗൈസ് ഇപ്പൊ എല്ലാവരും ഇതുപോലെ പെട്ടെന്ന് എങ്ങനെയെങ്കിലും റീച്ച് ചെയ്യണം. അതിന് എങ്ങനെയെങ്കിലും ഒക്കെ കോൺട്രവേഴ്സി ഉണ്ടാക്കി പെട്ടെന്ന് റീച്ച് ചെയ്യാൻ തന്നെ നോക്കണേ. അതിന് എന്ത് തെണ്ടിത്തരം കാണിച്ചാലും സ്വന്തം വീട്ടുകാരെ വരെ അഭിനയിപ്പിച്ച് കാറിൽ നിന്ന് സ്ക്രിപ്റ്റ് ആക്കിയിട്ടായാലും കുഴപ്പമില്ല. അതിന് എന്ത് തെണ്ടിത്തരം കാണിച്ചിട്ടായാലും അവർക്കൊരു പ്രശ്നമില്ല. അതില് പെട്ടെന്ന് എങ്ങനെയെങ്കിലും റീച്ച് വേണം. ആ മൈൻഡ് സെറ്റിലാണ് ഇവർ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യാൻ നോക്കുന്നത്. അതിൽ മെയിൻ ആണ് ഇതുപോലെ ഷാജഹാൻ അല്ലെങ്കിൽ നിഷാൻ, ഈ മണവാളനൊക്കെ. എന്നാ ഇതൊക്കെ കാണാൻ നമ്മൾ വ്യൂവേഴ്സും ആരാന്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ കാണാൻ നല്ല ചേലാണെന്ന് പറയുന്ന ഒരു പഴഞ്ചൊല്ലുണ്ട്. അതുപോലെ നമ്മൾ വ്യൂവേഴ്സ് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നത്. ഗൈസ് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വീഡിയോസ് ക്രിയേറ്റേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇതുപോലെ എങ്ങനെങ്കിലും തെണ്ടിത്തരം കാണിച്ച് വ്യൂവർഷിപ്പ് ഉണ്ടാക്കാൻ നോക്കാണ്ട് കഷ്ടപ്പെട്ട് ഡെയിലി കൺസിസ്റ്റൻസിയോടെ ഒരു കാര്യങ്ങൾ ചെയ്ത് നല്ല ക്രിയേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ക്രിയേറ്റീവ് ചെയ്ത് മാത്രം വ്യൂവർഷിപ്പ് കൊണ്ടുവരാൻ നോക്കാം. അത് നിലനിൽക്കുള്ളൂ. അല്ലാണ്ട് എങ്ങനെയും ഇതുപോലെ ചെറ്റത്തരം കാണിച്ചല്ല വ്യൂവർഷിപ്പ് ഉണ്ടാക്കണ്ടേ. ഹാർഡ് വർക്ക് പേസ് ഓഫ് ഗൈസ്. ആൻഡ് വ്യൂവേഴ്സിനോട് പറയാനുള്ളത്, ഇതുപോലെയുള്ള ഫേക്ക് കോൺട്രവേഴ്സികളും ഫേക്ക് ആയിട്ടുള്ള ക്രിയേറ്റേഴ്സിനെ തിരിച്ചറിയുക. നിങ്ങളുടെ കോമൺ സെൻസ് യൂസ് ചെയ്ത് ഇതുപോലെയുള്ള ഫേക്ക് ക്രിയേറ്റേഴ്സിനെ മാറ്റി നിർത്താം. അവരെ സപ്പോർട്ട് ചെയ്യാണ്ടിരിക്കുക. എന്നെ സപ്പോർട്ട് ചെയ്തോളൂ, ഞാൻ ജെനുവിനാട്ടാ. ഇത് മാത്രമല്ല അവർ പറയുന്നത് കേട്ട് തമ്മിൽ അടിക്കാണ്ടിരിക്കുക. പീസ് ഓൾ ഗൈസ്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതുപോലത്തെ വീഡിയോസ് കാണാം. അതുപോലെ തന്നെ ലൈക്ക് അടിക്കുക. ഒരു കമന്റ് മസ്റ്റ് ആയിട്ട് ഗൈസ്, ഞാനത് വായിക്കും. സോ ബൈ ബൈ ഗൈസ്, ലവ് യു ഓൾ, ടാറ്റ. പിന്നെ ഒരു വീഡിയോയിലാണ്.